ഇതാണ് പുണ്യ റസൂൽ ലോകത്തോട് പറഞ്ഞത്. 21-ാം നൂറ്റാണ്ടിലും അതുതന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. യുക്തിവാദമോ നിരീശ്വരവാദമോ പറയുന്നവരോടും അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മക്കയിലെ യുക്തിവാദികളോടും 21-ാം നൂറ്റാണ്ടുകാരനോടും 22കാരനോടും അല്ലാഹുവിന് ചോദിക്കാനുള്ളതും ഒരേ ചോദ്യമാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ആരാരും പടക്കാതെ നിങ്ങൾ ഒറ്റക്കുണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല നിങ്ങൾ തന്നെയാണോ നിങ്ങളെ പടച്ചത്? രണ്ടുമല്ലല്ലോ. എങ്കിൽ പിന്നെ മൂന്നാമതൊരാളാണ് പടച്ചത്. ആ പടച്ചവന്റെ പേരാണ് അല്ലാഹു ജല്ല ജലാലു എന്ന് പുണ്യനബി പറഞ്ഞതിന്റെ പേരിലാണ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസ്ഹാബുൽ ഖുദൂദിനെ തീയിലേക്ക് എറിഞ്ഞ് ശിക്ഷിച്ച പോലെ ഹബീബായ നബി തങ്ങളെയും അനുയായികളെയും ഖുറൈശികൾ ദ്രോഹിച്ചിരുന്നത് തൗഹീദിന്റെ വിശ്വാസം ഉള്ളതിന്റെ പേരിലാണ്. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ഈ ലോകത്ത്, അത്രയേ ഉള്ളൂ. നാളെ പരലോകത്ത് കാണാൻ കഴിയും. അള്ളാഹു കാണിച്ചു തരും. ഹൽ തുളാറൂന ഹൽ തുളാമൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരാളുടെയും തോളിൽ കൈവച്ച് നോക്കുകയോ എത്തി നോക്കുകയോ ചാടി നോക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെ? വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെ നമുക്കറിയില്ല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അവന്റെ അധികാര പീഠത്തിൽ അധികാരസ്ഥനായി എന്ന് പറയുന്ന ആയത്തിനെ അൽ-ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ എന്ന് മറുപടി പറഞ്ഞ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം. എങ്ങനെയാണ് അൽ-ഇസ്തിവാ? നമ്മളിപ്പോൾ ഇരിക്കുക, ഇസ്തവാ അലൽ കുർസി, നിങ്ങളിപ്പോൾ ചെയറിൽ മര്യാദയ്ക്ക് ഇരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല. മനുഷ്യനെ പോലെയല്ല അള്ളാഹു, ഒരു സൃഷ്ടിയെയും പോലെയല്ല അള്ളാഹു. പിന്നെ എന്താ അതിനർത്ഥം? ഐ ഇസ്തൗല, അള്ളാഹു അധികാരസ്ഥനാണ്, അർശിന്റെ അധിപനാണ്. അപ്പൊ ഇസ്തിവാ എന്താണെന്ന് നമുക്കൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഇസ്തിവാ എങ്ങനെയാ? വൽ കൈഫു മജ്ഹൂൽ, അത് എങ്ങനെയെന്നറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അള്ളാഹു പറഞ്ഞ വിഷയങ്ങളെ അങ്ങനെ വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നത് ബിദ്അത്താണ് എന്ന് മഹാനായ മാലിക് ഇമാം പറയുമായിരുന്നു. ജഅഫർ റളിയല്ലാഹു തആല അൻഹു നജാഷി രാജാവിന്റെ മുമ്പിൽ, നീഗസ രാജാവിന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരെ എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം വേറൊരാളും, അന്നവർ മുസ്ലിം അല്ല, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ ആഫ്രിക്കയിൽ ഇസ്ലാമിന്റെ പതാകയുമായി ചെന്ന് ആഫ്രിക്കയിൽ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയത് ഈ സ്വഹാബിയാണ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അതായത് ഈജിപ്തിലെ കെയ്റോവിൽ മദീനത്തുൽ ഫുസ്താത്തിൽ മസ്ജിദ് അംർ ഇബ്നുൽ ആസ്, ഇമാം ഷാഫി തങ്ങൾ ദർസ് നടത്തിയ പള്ളിയാണ്. ഷാഫി ഇമാം ദർസ് നടത്തിയ ഉസ്തുവാന തൂണും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി ഇമാം ഇരുന്നിരുന്ന സ്ഥലം റഹ്മത്തുള്ളാഹി തആല അലൈഹി. പക്ഷേ ഈ സ്വഹാബിയാണ് അന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ രാജാവിന് കുറേ തോൽപാത്രങ്ങളും സമ്മാനങ്ങളും കൊണ്ടുപോയി. സഡൻ റൺഅവേ സ്ലേവ്സ് ഹാവ് എസ്കേപ്ഡ് ഫ്രം അവർ കൺട്രി, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറേ അടിമകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞു വന്നു. അവരാരും അടിമകൾ, അവർ അഹ്റാറുകളാണ്, സ്വതന്ത്രന്മാരാണ്. അങ്ങനെ നുണ പറഞ്ഞ് രാജാവിന് കൈക്കൂലി കൊടുത്ത് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ വന്ന കാലം, അവരുടെ കൈകളിൽ ചങ്ങലകൾ വീണപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. ആ പ്രഭാഷണം ലോക ചരിത്രത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ, രാജാവേ, അജ്ഞാനകാലം ഞങ്ങൾ ഒന്നും അറിയാതെ മനുഷ്യരായി മൃഗങ്ങളായി ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളെ സത്യസന്ധരായ മനുഷ്യരാക്കി തന്ന പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ അടക്കി ഭരിച്ചിരുന്ന കാലം,
ഞങ്ങളിലെ മുതലാളിമാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തിരുന്ന കാലം, പെൺകുട്ടികൾ ജന്മം കൊണ്ടാൽ ജീവനോടെ ആ പൈത മക്കളെ മണ്ണിൽ കുഴിച്ചു മൂടാൻ മനസ്സിനൊരു സങ്കോചവും തോന്നാതിരുന്ന ദുഷ്ടന്മാരായിരുന്ന ഞങ്ങളെ മനുഷ്യരാക്കി തരികയും ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് പറയുകയും ബിംബാരാധന ശരിയല്ലെന്ന് പറയുകയും സർവേശ്വരനായ ലോകത്തിൻ്റെ സൃഷ്ടാവ് കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനാണ്, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവനായ ലത്തീഫും ഖബീറുമായ അല്ലാഹുവാണെന്ന് ഞങ്ങളോട് പഠിപ്പിച്ച പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളോട് പറഞ്ഞു, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത്, ഞങ്ങളുടെ അയൽവാസികളെ സ്വന്തത്തെ പോലെ കാണണം, അവരെ സഹായിക്കണം, പുഞ്ചിരി പോലും സ്വതക്കയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു റസൂലിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ചൂതാട്ടം നടത്തിയിരുന്നു, ഗാംബ്ലിംഗ്, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം അടിപിടി കൂടിയിരുന്നു, കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. അത് ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞതാണോ പ്രവാചകർ ചെയ്ത കുറ്റം? അത് വിശ്വസിച്ചതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? ഇന്നും ഇസ്ലാം എന്ത് ലോകത്തിന് നൽകുന്നു എന്ന് ചോദിച്ചാൽ ദീസ് ലെസൺസ് ഓഫ് മൊറാലിറ്റി ഇത് തന്നെയാണ്, ഈ സംസ്കാരമാണ്. അതാണ് ദീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സംസ്കാരമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട അനുജൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഖദ് റഅയ്തു റജുലൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകർ. പിന്നെ പറഞ്ഞു, വേറൊരു റിവായത്തുണ്ട്, ലഖദ് റഅയ്തുഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണമെന്ന് ജനങ്ങളോട് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് അബൂദർറെ ഇക്കാക്ക ഞാൻ മക്കയിൽ വെച്ചു കണ്ടത്. ബിമകാരിമിൽ അഖ്ലാഖ്, ചെറിയ മക്കളോട് മിണ്ടാതിരിക്കണം എന്നത് നല്ല സ്വഭാവമാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കണ്ട, ശത്രുക്കളോട് ശത്രുത വെക്കേണ്ടതുമില്ല, നമ്മുടെ ശത്രുക്കൾക്ക് തിരിച്ചു ഉപകാരം ചെയ്യണം, അതാണ് മകാരിമുൽ അഖ്ലാഖ്. നമ്മുടെ മിത്രങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, നമ്മുടെ കൂടെയുള്ളവരോട്, കുടുംബക്കാരോട് പിണങ്ങിയാൽ നമ്മളും പിണങ്ങി, അല്ലേ? അവർ മിണ്ടിയാലേ ഞാൻ മിണ്ടുള്ളൂ. പ്രവാചകർ പറയുന്ന വചനങ്ങളൊന്നുമേ കവിതയല്ല, കവിതയാണ്. അവർ ജ്യോത്സ്യനാണ് എന്നൊക്കെ മക്കക്കാർ പറയുന്നു. പക്ഷേ കവിയായ ഉനൈസ് എന്നവർക്കറിയാം വിശുദ്ധ ഖുർആൻ കവിതയല്ല. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു സമയം, ഖിയാമത്തിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് റസൂലുള്ളാഹ് ഒരിക്കലും വഴിപിഴച്ചവരല്ല, പ്രവാചകർ സത്യസന്ധരാണ്. തിരുമേനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു പറയുകയല്ല പ്രവാചകർ ചെയ്യുന്നത്. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ് പുണ്യനബി പഠിപ്പിക്കുന്നത്. അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ. വളരെ മനോഹരമായ വാക്കുകൾ. കവിതയാണോ എന്ന് തോന്നും, പക്ഷെ കവിതയല്ല. അങ്ങനെ കവിതകൾക്ക് കവിതയുടെ റൂളുകളുണ്ട്. ആ സ്ട്രക്ചറിൽ ഖുർആനെ കൊണ്ടുപോയി വെച്ചാൽ കവിതയല്ല ഖുർആൻ. എന്നാൽ പിന്നെ പ്രോസാണോ, നെഹറാണോ? നെഹറും അല്ല. കാരണം നെഹർ ഓതാൻ കഴിയില്ല, വായിക്കാനേ കഴിയൂ. ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും. എന്നാൽ കവിതയാണോ? കവിതയല്ല, ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ടാണ് ലോകത്ത് there is no such piece of literature which is neither prose or poetry except Quran. പദ്യമല്ല ഗദ്യമല്ലാത്തൊരു സംഗതി ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. പദ്യമല്ല ഗദ്യമല്ല, അതിനിടയിലാണ്. സുബ്ഹാനല്ലാഹ്. ഉനൈസ് എന്നവരെ പറഞ്ഞ അബൂദർറെ സ്വന്തം ഇക്കാക്കയാണ്, ഗഫാർ ഗോത്രത്തിലെ വലിയ മുതലാളിയാണ്. ലൈസ ബിശ്ശിഅരിൻ വകലാമൻ മാ ഹുവ ബിശ്ശിഅർ. കവിതയല്ലാത്തൊരു വാക്ക് ഞാൻ കേൾക്കുന്നു. ഇതാണ് അനുജൻ വന്ന് പറയുന്നത്. അബൂദർ തങ്ങൾ പറഞ്ഞു, മാ ശഫൈതനി, ഞാൻ ഉദ്ദേശിച്ച ഡീറ്റെയിൽസ് ഇത്രയൊന്നുമല്ല. എനിക്ക് ആ പ്രവാചകരെ കുറിച്ച് ഇനിയും ഒരുപാട് അറിയണം. ഇത്രയൊന്നുമല്ല എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്, ഞാനൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞു. അബൂദർ എന്നവരുടെ ഉമ്മയും
ഉനൈസ് എന്ന സഹോദരനും ഒരുമിച്ച് യാത്രയാവുകയാണ്. ദീർഘമായൊരു യാത്ര. ആ യാത്രയുടെ ലക്ഷ്യം സത്യം മനസ്സിലാക്കലാണ്, വേറൊന്നുമല്ല. നമ്മൾ എവിടേക്കെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു പണ്ഡിതനെ, ഒരു ആലിമിനെ, ഒരു